തൃശ്ശൂർ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മണ്ഡലം, UDF-ന്റെ മണ്ഡലം. അവിടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് മത്സരിക്കുമ്പോൾ ആ സീറ്റ് ജയിക്കാൻ BJP അല്ലെങ്കിൽ CPM സഖ്യം ഉണ്ടാക്കി തൃശ്ശൂർ പൂരം കലക്കിയെന്നാണല്ലോ UDF-ന്റെ ആരോപണം. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു, അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ സീറ്റുകൾ ജയിക്കാൻ ഏതറ്റം വരെയും അവർ പോകും. ആരൊക്കെയാണ് രോഗികളെ കൊണ്ടുപോകേണ്ട ആംബുലൻസ് കയറി വരിക? രോഗികളെ കൊണ്ടുപോകേണ്ട ആംബുലൻസിൽ കയറി ഇപ്പോൾ സാധാരണ യാത്ര ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഇനി ഇവിടെയൊക്കെ പതിഞ്ഞെടുപ്പുണ്ട്, ആരൊക്കെയാണ് ആംബുലൻസ് കയറി വരിക, അല്ലെങ്കിൽ ആരൊക്കെ വന്ന് ഇറങ്ങുമെന്ന് പറയാൻ പറ്റുമോ? എന്ത് തരം കലക്കലൊക്കെയാണ് ഇനി ഉണ്ടാവുക എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ പറയാം, പോലീസിൻ്റെ സഹായം ഇല്ലാതെ സാധാരണ ഒരാൾക്ക് ആംബുലൻസിൽ കയറി വരാൻ തന്നെ പറ്റൂല. അതന്നെ നിയമവിരുദ്ധമാണ്. ജനങ്ങൾ നേരിട്ടോളും. കാരണം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനറിയാം. ജനങ്ങൾക്ക് ഇതിനെ അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ പരാജയപ്പെടുത്താൻ അറിയാം. നോക്കിക്കോളൂ, വയനാടും അതുപോലെ തന്നെ പാലക്കാട്